രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇനി ഫലമറിയാനുള്ള കാത്തിരിപ്പ്. ബീഹാറിൽ NDA സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളിലും BJP JDU സഖ്യത്തിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് NDA സഖ്യം വിജയം നേടുമെന്നാണല്ലോ വിവരം. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും SKN 7 എക്സിറ്റ് പോളുകളെങ്കിലും NDAക്ക് വലിയ വിജയം പ്രവചിക്കുന്നുണ്ട്. മാത്രമല്ല അത് ആ വിജയത്തെ യഥാർത്ഥത്തിൽ ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ. ഒപ്പം തന്നെ 4 എക്സിറ്റ് പോളുകളെങ്കിലും പ്രശാന്ത് കിഷോറിന് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്ന പ്രവചനവും നടത്തുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ എക്സിറ്റ് പോളുകളിലേക്ക് വിശദമായി ഒന്ന് പോയാൽ ഈ എക്സിറ്റ് പോളുകളിൽ സജീവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം JDU ഇത്തവണ വലിയൊരു നേട്ടം ഉണ്ടാക്കും എന്നതാണ് പ്രധാനപ്പെട്ട എക്സിറ്റ് പോളിന്റെ ഒരു ആകെ തുക. നേരത്തെ 43 സീറ്റിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ സീറ്റ് നില കുറഞ്ഞു വരുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. പക്ഷേ ഇത്തവണ അവർക്ക് 70 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതായത് നിതീഷ് കുമാർ ഫാക്ടർ ഈ വിജയത്തിൽ നിർണായകമാകും എന്നതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. സ്ത്രീകൾക്ക് ഗുണപ്പെടുന്ന ചില പദ്ധതികളൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തുന്ന പദ്ധതി റോസ്ഗാർ യോജന അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ള പദ്ധതികൾ വോട്ടായി മാറി എന്നതാണ് ഈ കണക്കുകൾ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ്. ഈ 2 ഘട്ടങ്ങളുടെയും ശരാശരി എടുക്കുമ്പോൾ 66% മുകളിൽ പോളിംഗ് സംസ്ഥാനത്ത് നടന്നു. അത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ കൊണ്ടാണ്, അവർ കൂടുതലായി എത്തി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്ന നിഗമനം മുന്നണികൾക്കൊക്കെ ഉണ്ട്. അതിന്റെ കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകിയിട്ടില്ല. അതെന്തായാലും സ്ത്രീ വോട്ടർമാർ കൂടുതലായി എത്തിയത് നിതീഷ് കുമാറിന് അനുകൂലമായി വോട്ട് ചെയ്യാനാണ് എന്നതാണ് എക്സിറ്റ് പോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. BJPയും RJDയും ഒക്കെ തന്നെ RJDക്ക് ചെറിയ ക്ഷീണം സംഭവിക്കുന്നുണ്ടെങ്കിലും അവരുടെ വോട്ട് ബാങ്ക് പരമാവധി നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. BJPക്കും അവരുടെ നില ചില എക്സിറ്റ് പോളുകൾ കുറച്ച് മെച്ചപ്പെട്ട നിലയും ചിലത് ഇപ്പോഴുള്ള നിലയിൽ തന്നെ അവർ തുടരും എന്നതും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ പൊതുവെ പറയുന്നത്. 19 സീറ്റായിരുന്നു 2020 ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 12 മുതൽ 15 വരെ സീറ്റുകളിലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. ചില എക്സിറ്റ് പോളുകൾ അതിലും കുറവ് സീറ്റ് കോൺഗ്രസിന് പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ JDUവിന് വലിയൊരു നേട്ടവും കോൺഗ്രസിന് ക്ഷീണവും സംഭവിക്കുന്ന തരത്തിലായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.